ടോപ്പ് ട്യൂഷന്റെ മാത്തമാറ്റിക്സ് ട്യൂട്ടോറിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ട്യൂട്ടോറിയലിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ചാപ്റ്റർ 15 സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. ഇതിനകത്ത് നമ്മൾ മെയിനായിട്ട് പഠിക്കാൻ പോകുന്നത് ടെക്സ്റ്റ് ബുക്കിൽ വരുന്ന ക്വസ്റ്റ്യൻസുകളാണ്. ക്വസ്റ്റ്യൻ: ഇൻ എ T20 മാച്ച് 51 റൺസ് were scored in the first 5 overs. അപ്പോൾ ഒരു T20 മാച്ച് നടക്കുന്നുണ്ട്. അതിനകത്ത് ആദ്യത്തെ 5 ഓവറിൽ 51 റൺസാണ് സ്കോർ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 2 ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, അതിൻ്റെ ആൻസർ ചെയ്യണം. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് വാട്ട് ഈസ് ദ മീൻ റൺ റേറ്റ് ദെൻ. അപ്പോൾ അവിടെ വരുന്ന മീൻ റൺ റേറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ വന്നിട്ട് ഇഫ് ദിസ് റേറ്റ് ഈസ് മെയിൻറ്റെയിൻഡ് വാട്ട് ഈസ് ദ ടോട്ടൽ ദേ ക്യാൻ എക്സ്പെക്ട്. അപ്പോൾ ഈ ഒരു റേറ്റ് മെയിൻറ്റെയിൻ ചെയ്താൽ ടോട്ടൽ സ്കോർ അവർക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത് എത്രയാണ്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. ആൻസർ: അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഓവറിൽ 51 റൺസാണ് സ്കോർ ചെയ്തതെന്ന് നമുക്ക് ക്വസ്റ്റ്യനിൽ നിന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ആദ്യം മീൻ റൺ റേറ്റ് ആണ് കണ്ടുപിടിക്കുന്നത്. മീൻ റൺ റേറ്റ് പറഞ്ഞാൽ എത്ര റൺസ് അതുപോലെ എത്ര ഓവേഴ്സിൽ എടുത്തു, ആ ഒരു 2 വാല്യൂസ് കിട്ടിയാൽ മതി. അപ്പോൾ റൺസ് ഡിവൈഡ് ബൈ ഓവേഴ്സ് ചെയ്താൽ മതി. അതായത് മീൻ റൺ റേറ്റ് ഈക്വൽ ടു 51 ഡിവൈഡ് ബൈ 5 ചെയ്യാം. അപ്പോൾ അതിൻ്റെ ആൻസർ നമുക്ക് 10.2 കിട്ടും. അപ്പോൾ വരുന്ന മീൻ റൺ റേറ്റ് പറയുന്നത് 10.2 ആണ്. ഇനി നമുക്ക് എത്ര സ്കോർ എക്സ്പെക്ട് ചെയ്യാമെന്നാണ് നോക്കാൻ പോകുന്നത്. ഇപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ. അപ്പോൾ ഇതേ റൺ റേറ്റ് മെയിൻറ്റെയിൻ ചെയ്താൽ ടോട്ടൽ റൺസ് കിട്ടാൻ പോകുന്നത് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ വെച്ചാൽ നമുക്കറിയാം മീൻ റൺ റേറ്റ് 10.2 ആണ്. അപ്പോൾ 10.2 ഇൻറ്റു ഇപ്പോൾ T20യിൽ 20 ഓവേഴ്സാണ് വരിക. അപ്പോൾ അത് ഇൻറ്റു 20 ചെയ്യാം. അതായത് മീൻ റൺ റേറ്റ് ഇൻറ്റു നമ്പർ ഓഫ് ഓവേഴ്സ് ദാറ്റ്സ് ഈക്വൽ ടു 10.2 ഇൻറ്റു 20 ഈക്വൽ ടു 204 ആണ് ആൻസർ കിട്ടുന്നത്. ക്വസ്റ്റ്യൻ: ദ ടേബിൾ ബിലോ ഷോസ് ദ ചിൽഡ്രൻ ഇൻ എ ക്ലാസ് ഗ്രൂപ്പ് ടു ദെയർ മാർക്സ് ഇൻ എ മാത്സ് ടെസ്റ്റ്. അപ്പോൾ താഴെ ഒരു ടേബിൾ തന്നിട്ടുണ്ട്. ഇതിനകത്ത് കുറച്ച് കുട്ടികളുടെ നമ്പറും അതുപോലെ തന്നെ അവരുടെ മാർക്സും തന്നിരിക്കുന്നത്. അതായത് അവരുടെ ക്ലാസ്സിൽ ഒരു മാത്സ് ടെസ്റ്റ് നടത്തിയിട്ട് അതിൻ്റെ അവർക്ക് കിട്ടിയ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ കുട്ടികളെ ഗ്രൂപ്പ് ചെയ്തിരിക്കണം. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് 3 ക്വസ്റ്റ്യനാണ് ആൻസർ ചെയ്യേണ്ടത്. അതിൽ ഫസ്റ്റ് വൺ പറയുന്നത് വാട്ട് ഈസ് ദ മീൻ മാർക്സ് ഓഫ് ദ ക്ലാസ്. അപ്പോൾ ഈ ഒരു ക്ലാസ്സിലുള്ള മീൻ മാർക്സ് ആണ് ആദ്യം കണ്ടുപിടിക്കേണ്ടത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഹൗ മെനി ഗോട്ട് ലെസ് മാർക്സ് ദാൻ ദ മീൻ. അപ്പോൾ നമുക്ക് കിട്ടിയ മീൻ മാർക്കിനേക്കാളും എത്ര പേർക്ക് കുറവ് മാർക്ക് കിട്ടിയിട്ടുണ്ട്, അതാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ. തേർഡ് ക്വസ്റ്റ്യൻ ഹൗ മെനി ഗോട്ട് മോർ മാർക്സ് ദാൻ ദ മീൻ. ഈ മീനിനേക്കാളും കൂടുതൽ എത്ര കുട്ടികൾക്ക് മാർക്സ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് 3ആണ് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ടേബിളിനെ ഒന്നും കൂടി എക്സ്റ്റെൻഡ് ചെയ്ത് എഴുതാം. അപ്പോൾ ഇവിടെ മാർക്സും ഉണ്ട് ചിൽഡ്രനും ഉണ്ട്. അപ്പോൾ ഒരു കുട്ടിക്കാണ് 2 മാർക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ 2 ഇൻറ്റു 1 2 ചെയ്തു. പിന്നെ 2 കുട്ടികൾക്ക് 3 മാർക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 2 ഇൻറ്റു 3 അല്ലെങ്കിൽ 3 ഇൻറ്റു 2 6 ചെയ്തു. അതുപോലെ തന്നെ 5 കുട്ടികൾക്ക് 4 മാർക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 4 ഇൻറ്റു 5 20 ചെയ്തു. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ടോട്ടൽ കാണിക്കുന്ന അവിടെ നമ്പർ ഓഫ് ചിൽഡ്രൻ 45ഉം അപ്പോൾ അവരുടെ ടോട്ടൽ മാർക്സ് 297 ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇനി ഇത് വെച്ചിട്ട് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാം. അപ്പോൾ ഈ ഒരു ക്ലാസ്സിലുള്ള മീൻ മാർക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. അപ്പോൾ മീൻ മാർക്ക് കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ എന്ന് പറയുന്നത് ടോട്ടൽ മാർക്സ്, ഈ കിട്ടിയ ടോട്ടൽ മാർക്സ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് അല്ലെങ്കിൽ ചിൽഡ്രൻ. ടോട്ടൽ മാർക്സ് ടോട്ടൽ നമ്പർ ഓഫ് ചിൽഡ്രനെ ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മുടെ ടോട്ടൽ മാർക്സ് പറയുന്നത് 297 ആണ്. അതുപോലെ നമ്പർ ഓഫ് സ്റ്റുഡൻസ് പറയുന്നത് 45 ആണ്. അപ്പോൾ ഇവിടെ 297 ഡിവൈഡ് ബൈ 45 ചെയ്യാം. അപ്പോൾ ആൻസർ 6.6 ആണ് ഇവിടെ കിട്ടുന്ന മീൻ മാർക്ക്. ഈ സെക്കൻഡ് ക്വസ്റ്റ്യനിൽ എത്ര പേർക്ക് ഈ മീൻ മാർക്കിനേക്കാളും കുറവ് മാർക്ക് ഉണ്ടെന്നാണ്. അപ്പോൾ അതെങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഹു ഗോട്ട് ലെസ് മാർക്സ് ദാൻ ദ മീൻ ഈക്വൽ ടു, അതായത് ഇതിനകത്ത് നമുക്ക് ഇപ്പോൾ മീൻ മാർക്ക് ഒരു 6.6 ആണ്. അപ്പോൾ ഇതിൽ എത്ര 6.6 താഴെ എത്ര പേർക്കുണ്ട്? 6, 5, 4, 3, 2 പറയുന്നതൊക്കെയാണ് മീൻ മാർക്കിന് കുറവുള്ള മാർക്കുകൾ. അപ്പോൾ അത് എത്ര പിള്ളേരുണ്ട്? അപ്പോൾ ഇതും കൂടി ആഡ് ചെയ്താൽ മതി. അതായത് 1 + 2 + 5 + 4 + 6. അപ്പോൾ ഇതുവരെയുള്ളവർക്കാണ് 6.6 പറഞ്ഞ മീൻ മാർക്കിനേക്കാളും കുറവുള്ളത്. 7 എടുക്കാൻ പറ്റില്ല, കാരണം അതും 6.6നേക്കാളും ഗ്രേറ്റർ ആണ്. അപ്പോൾ ഇത്രയും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 18 ആണ്. അപ്പോൾ 18 സ്റ്റുഡൻസിന് മീൻ മാർക്കിനേക്കാളും കുറവ് മാർക്ക് കിട്ടിയിട്ടുണ്ട്.
നെക്സ്റ്റ് കണ്ടുപിടിക്കുന്നത് എത്ര കുട്ടികൾക്ക് മീൻ മാർക്കിനെക്കാളും കൂടുതൽ കിട്ടിയെന്നതാണ്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ മീൻ മാർക്ക് പറയുന്നത് 6.6 ആണ്. അപ്പോൾ അതിൻ്റെ കൂടുതൽ 7 ഉണ്ട്, 8 ഉണ്ട്, 9 ഉണ്ട്, 10 ഉണ്ട്. അതായത് 11 മുതൽ 11, 10, 4, 2 ആണ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഉത്തരം എങ്ങനെ എഴുതാൻ നോക്കാം. നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഹു ഗോട്ട് more marks than the mean equal to 11 plus 10 plus 4 plus 2 that's equal to 27. അപ്പോൾ 27 സ്റ്റുഡൻസിനാണ് മീൻ മാർക്കിനെക്കാളും കൂടുതൽ കിട്ടിയിട്ടുള്ളത്. ഈ വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ക്വസ്റ്റ്യൻ: The details of rubber sheets a farmer got during a month are shown below. അപ്പോൾ താഴെ നമുക്കൊരു ടേബിൾ തന്നിട്ടുണ്ട്. ഇതിൽ ഒരു ഫാർമറിന് ഓരോ ദിവസം കിട്ടുന്ന റബ്ബറുടെ കണക്കാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് 2 ക്വസ്റ്റ്യന് ഉത്തരം എഴുതണം. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് ഹൗ മെനി കിലോഗ്രാംസ് ഓഫ് റബ്ബർ ഡിഡ് ഹി ഗെറ്റ് എ ഡേ ഓൺ ആവറേജ് ഇൻ ദിസ് മന്ത്. അപ്പോൾ ഈ ഒരു മാസത്തിൽ ഏകദേശം എത്ര കിലോഗ്രാംസ് ഓഫ് റബ്ബറാണ് ഈ ഒരു ഫാർമറിന് കിട്ടുന്നതെന്ന് കണ്ടുപിടിക്കണം. രണ്ടാമത്തെ വന്നിട്ട് ദ പ്രൈസ് ഓഫ് എ കിലോഗ്രാം ഓഫ് റബ്ബർ ഈസ് 175 റുപ്പീസ്. അപ്പോൾ 1 കിലോഗ്രാം റബ്ബറിന് വന്നിട്ട് 175 രൂപയാണ് കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ ഹൗ മച്ച് ഡിഡ് ഹി ഗെറ്റ് എ ഡേ ഓൺ ആവറേജ് ദിസ് മന്ത് ഫ്രം റബ്ബർ. അപ്പോൾ ഈ ഒരു മാസം ഇയാൾക്ക് ഏകദേശം എത്ര എമൗണ്ട് ആണ് കിട്ടുന്നതാണ് കണ്ടുപിടിക്കുന്നത്. ഈ റബ്ബർ വിറ്റിട്ട് എത്ര റുപ്പീസ് കിട്ടും എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഈ ഒരു ടേബിളിൽ നമുക്ക് വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്ത് എഴുതാം. അപ്പോൾ ഇവിടെ റബ്ബർ തന്നിട്ടുണ്ട്, അതുപോലെ ഡേയ്സും തന്നിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ എമൗണ്ട് ഓഫ് റബ്ബർ എത്രയാണ് ആൾക്ക് കിട്ടുക ആ ഒരു ഇതാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ 9 kg ആണെങ്കിൽ 3 ദിവസത്തിൽ 9 kg ആണെങ്കിൽ 9 × 3 27 ചെയ്തു. അവിടെ 4 ദിവസത്തിൽ 10 kg കിട്ടിക്കഴിഞ്ഞാൽ അത് ആഡ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഒരു മാസത്തെ കണക്കാണ് ഇപ്പോൾ തന്നിരിക്കുന്നത്. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ഡേയ്സ് പറയുന്നത് 30 ആണ്. അപ്പോൾ ഈ വാല്യൂസ് ഒക്കെ ആഡ് ചെയ്ത് കിട്ടുമ്പോൾ നമുക്ക് 381 കിട്ടും. അപ്പോൾ ഇത്രയും വെക്കാം. ഇത് വെച്ചിട്ട് നമുക്ക് ആദ്യത്തെ ക്വസ്റ്റിന് ആൻസർ ചെയ്യാം. ആദ്യത്തെ ക്വസ്റ്റിന് പറഞ്ഞാൽ ഈ ഒരു മാസം ഏകദേശം എത്ര കിലോഗ്രാം ഓഫ് റബ്ബറാണ് ഇയാൾക്ക് കിട്ടാൻ പോകുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എങ്ങനെ ചെയ്താൽ നോക്കാം. കെജീസ് ഓഫ് റബ്ബർ ഗോട്ട് ഓൺ ആവറേജ് ഈക്വൽ ടു, അപ്പോൾ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കണം, ടോട്ടൽ കിലോഗ്രാം ഓഫ് റബ്ബർ, ടോട്ടൽ കിലോഗ്രാം ഓഫ് റബ്ബർ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഡേയ്സ് ആണ് ചെയ്യേണ്ടത്. ദാറ്റ്സ് ഈക്വൽ ടു 381 ഡിവൈഡ് ബൈ 30. അപ്പോൾ നമ്മളത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ 12.7 kg ആണ് അതിൻ്റെ ഉത്തരം വരുന്നത്. ഇനി രണ്ടാമത്തേന് നോക്കാം. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട് 1 കിലോ റബ്ബറിന് 175 രൂപയാണ്. അപ്പോൾ അയാൾക്ക് ഒരു മാസം എത്ര kg റബ്ബർ കിട്ടും, 12.7 kg റബ്ബർ കിട്ടും. അപ്പോൾ അതേ ഇൻറ്റു 175 ചെയ്താൽ മതി. ദാറ്റ്സ് ഈക്വൽ ടു ആവറേജ് ഇൻകം ഗോട്ട് ഓൺ എ ഡേ ഈക്വൽ ടു 12.7 ഇൻറ്റു 175. നമ്മൾ ഒരു ദിവസം അയാൾക്ക് കിട്ടുന്ന ആവറേജ് ഇൻകമാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഒരു ദിവസത്തെ അയാളുടെ റബ്ബറിൻ്റെ ഇത് പറയുന്നത് 12.7 ആണ്. അതേ ഇൻറ്റു 175 ചെയ്താൽ മതി. ദാറ്റ്സ് ഈക്വൽ ടു 2222.5 റുപ്പീസ് ആണ്. ക്വസ്റ്റ്യൻ: The table below shows the days in a month sorted according to the amount of rainfall in a locality. അപ്പോൾ ഒരു ലൊക്കാലിറ്റിയിൽ അവിടെ കിട്ടുന്ന റെയിൻഫാളിൻ്റെ അടിസ്ഥാനത്തിൽ താഴെ ഒരു ടേബിൾ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്നും കണ്ടുപിടിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ വാട്ട് ഈസ് ദ മീൻ റെയിൻഫാൾ പെർ ഡേ ഡ്യൂറിങ് ദിസ് മന്ത്. ഈ ഒരു മാസത്തിൽ കിട്ടിയ മീൻ റെയിൻഫാൾ ആണ്. അതും ഒരു ദിവസത്തിൽ എത്ര മീൻ റെയിൻഫാൾ കിട്ടിയെന്നാണ് അവിടെ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നമുക്ക് ടേബിൾ ഏതാണെന്ന് നോക്കാം. അപ്പോൾ ടേബിളിനകത്ത് റെയിൻഫോൾ ഉണ്ട്, അതുപോലെ ഡേയ്സും തന്നിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് എക്സ്റ്റെൻഡ് ചെയ്യാം. ഇപ്പോൾ ഇത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ റെയിൻഫോൾ എത്ര കിട്ടണോ എത്ര ദിവസത്തിലാണ് അത് കിട്ടിയത് അത് മൾട്ടിപ്ലൈ ചെയ്യാം. അതായത് 54 × 3 ചെയ്യാം. അങ്ങനെ ഓരോന്നും മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ഡേയ്സ് 30യും ടോട്ടൽ റെയിൻഫോൾ 1545 ആണ് കിട്ടുന്നത്. ഇനി നമ്മുടെ ഇക്വേഷനകത്ത് ഇത് ആഡ് ചെയ്യാം. അപ്പോൾ അതെങ്ങനെ ഉത്തരം കണ്ടുപിടിക്കാൻ നോക്കാം. ദ മീൻ റെയിൻഫോൾ per day during this month equal to total amount of rainfall divided by total number of days. That's equal to, ഇപ്പോൾ total amount of rainfall നമുക്ക് കിട്ടിയത് 1545 divided by 30. അപ്പോൾ രണ്ടും ഡിവൈഡ് ചെയ്ത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ 51.5 മില്ലിമീറ്റർ ആണ് ഉത്തരം വരുന്നത്. ഇതുപോലുള്ള വീഡിയോകൾക്കായി ടോപ്പ് ട്യൂഷന്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ക്വസ്റ്റ്യൻ: The table below shows the children in a class grouped according to their heights. What is the mean height? അപ്പോൾ താഴെ ഒരു ടേബിൾ തന്നിട്ടുണ്ട്.
അപ്പോൾ ടേബിളിൽ ക്ലാസ്സിലെ കുട്ടികളെ അവരുടെ ഹൈറ്റ് അനുസരിച്ചിട്ട് ഗ്രൂപ്പ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ മീൻ ഹൈറ്റ് കണ്ടുപിടിക്കണം. അപ്പോൾ ഇതിനകത്ത് ഹൈറ്റും തന്നിട്ടുണ്ട്, നമ്പർ ഓഫ് ചിൽഡ്രൻ തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടേബിൾ നമുക്കൊന്നും കൂടി എക്സ്പാൻഡ് ചെയ്യാം. അപ്പോൾ ഹൈറ്റും നമ്പർ ഓഫ് ചിൽഡ്രനും അതേ കോളംസ് അവിടെ ഉണ്ട്. ഇതിനകത്തൊരു എക്സ്ട്രാ കോളം കൂടി വരുന്നുണ്ട്. അതായത് ഇവിടെ 148 മുതൽ 152 വരെ ഹൈറ്റ് ഉള്ള കുട്ടികൾ 8 എണ്ണമാണ്. അപ്പോൾ ഇതിൽ തന്നെ നമുക്കൊരു വേരിയേഷൻ വരുന്നുണ്ട്. അപ്പോൾ ഇതിലും നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ഒരു മീൻ കണ്ടുപിടിക്കണം. അതായത് 148 പ്ലസ് 152 ഡിവൈഡ് ബൈ 2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ആവറേജ് ഒരു ഹൈറ്റ് കിട്ടും. അതാണ് 150. അപ്പോൾ ഇത് ഓരോന്നും അതുപോലെ ചെയ്തിട്ടിട്ട് അവരുടെ ആവറേജ് ഹൈറ്റ് ആണ് ഇവിടെ ഇട്ടിരിക്കുന്നത്. ഇനി നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ നമ്പർ ഓഫ് ചിൽഡ്രൻ ഇൻറ്റു അവരുടെ ഹൈറ്റ് 150 ഇൻറ്റു 8, അതുപോലെ 10 ഇൻറ്റു 154 അങ്ങനെ ചെയ്തിട്ട് അതിൻ്റെ ടോട്ടൽ ഹൈറ്റ് ആണ് 7892 കിട്ടുന്നത്. അതുപോലെ ടോട്ടൽ നമ്പർ ഓഫ് ചിൽഡ്രൻ പറയുന്നത് 50. ഇനി ഇത് വെച്ചിട്ട് നമുക്ക് മീൻ ഹൈറ്റ് കണ്ടുപിടിക്കാം. അപ്പോൾ മീൻ ഹൈറ്റ് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്യാം. അതായത് മീൻ ഹൈറ്റ് ഓഫ് ദ ചിൽഡ്രൻ ഈക്വൽ ടു ടോട്ടൽ ഹൈറ്റ് ഓഫ് ചിൽഡ്രൻ ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ചിൽഡ്രൻ. അപ്പോൾ ടോട്ടൽ ഹൈറ്റ് പറയുന്നത് എത്രയാണ്? 7892 ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ചിൽഡ്രൻ 50. ഇപ്പോൾ ഇത് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 157.84 കിട്ടും. അപ്പോൾ ഇതൊന്നും നമുക്ക് റൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ 158 സെൻറ്റിമീറ്റർ ആണ് ആ കുട്ടികളുടെ മീൻ ഹൈറ്റ് വരുന്നത്. ക്വസ്റ്റ്യൻ: The table below shows the classification of teachers in a university based on their ages. Calculate the mean age of the teachers. അപ്പോൾ നമുക്ക് താഴെ ഒരു ടേബിൾ തന്നിട്ടുണ്ട്. ഇതിനകത്ത് ഒരു യൂണിവേഴ്സിറ്റിയിലെ ടീച്ചേഴ്സിനെ അവരുടെ ഏജ് അനുസരിച്ച് ക്ലാസിഫൈ ചെയ്തിരിക്കണം. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ടീച്ചേഴ്സിൻ്റെ മീൻ ഏജ് ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇവിടെ ഏജും തന്നിട്ടുണ്ട്, നമ്പർ ഓഫ് ടീച്ചേഴ്സും തന്നിട്ടുണ്ട്. ഇത് നമ്മൾ നേരത്തെ ചെയ്ത അതേ മെത്തേഡിൽ തന്നെ ഈ ഒരു ടേബിൾ ഒന്ന് എക്സ്പാൻഡ് ചെയ്യാം. അതായത് ഏജും നമ്പർ ഓഫ് ടീച്ചേഴ്സും തന്നിട്ടുണ്ട്. അപ്പോൾ ഏജ് തന്നിരിക്കുന്നത് ഒരു റേഞ്ചാണ്, 25 മുതൽ 31 തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മീൻ നമുക്ക് കണ്ടുപിടിക്കാം. അതായത് 25 പ്ലസ് 30 ഡിവൈഡ് ബൈ 2 ചെയ്യാം. അപ്പോൾ നമുക്ക് 27.5 കിട്ടും. അപ്പോൾ ഇതുപോലെ ഓരോന്നും ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ ചെയ്യുന്ന പോലെ 6 ഇൻറ്റു 27.5 ചെയ്യും. അപ്പോൾ 165 കിട്ടും. അങ്ങനെ നമ്പർ ഓഫ് ടീച്ചേഴ്സും അവരുടെ ആവറേജ് ഏജും കൂടി മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് ടോട്ടൽ ഏജ് വന്നിട്ട് 2765 കിട്ടും. അതുപോലെ നമ്പർ ഓഫ് ടീച്ചേഴ്സ് പറയുന്നത് 17 കിട്ടും. ഇനി ഇത് നമ്മുടെ പഴയ മെത്തേഡിൽ തന്നെ മീൻ ഏജ് കണ്ടുപിടിക്കാം. അതായത് മീൻ ഏജ് ഓഫ് ടീച്ചേഴ്സ് ഈക്വൽ ടു ടോട്ടൽ ഏജ് ഓഫ് ടീച്ചേഴ്സ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ടീച്ചേഴ്സ്. ഇപ്പോൾ ടോട്ടൽ ഏജ് ഓഫ് ടീച്ചേഴ്സ് പറയുന്നത് 2765 ആണ്, ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ടീച്ചേഴ്സ് 70. അപ്പോൾ ഇത് നമ്മൾ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 39.5 ആണ് ഏജ് കിട്ടുന്നത്. Question: The classification of a group of children according to their weight is given in the table below. Calculate the mean weight. അപ്പോൾ താഴെ ഒരു ടേബിൾ തന്നിട്ടുണ്ട്. അതിനകത്ത് ഒരു ക്ലാസ്സിലെ കുട്ടികളുടെ വെയിറ്റ് അനുസരിച്ചിട്ട് കുട്ടികളെ ക്ലാസിഫൈ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതിലുള്ള മീൻ വെയിറ്റ് ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ അവിടെ വെയിറ്റും തന്നിട്ടുണ്ട്, നമ്പർ ഓഫ് ചിൽഡ്രനും തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് വീണ്ടും എക്സ്പാൻഡ് ചെയ്ത് എഴുതാം. അപ്പോൾ നമുക്കിവിടെ വെയിറ്റ് തന്നിരിക്കുന്നത് ഒരു റേഞ്ചാണ് 21 മുതൽ 22 വരെ. അപ്പോൾ നമുക്ക് അതിൻ്റെ ആവറേജ് കണ്ടുപിടിക്കാം. അത് 21 പ്ലസ് 22 ഡിവൈഡ് ബൈ 2 ചെയ്യാം. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 22 ആണ്. അപ്പോൾ അതുപോലെ ഓരോ വെയിറ്റും നമുക്ക് അതിൻ്റെ ആവറേജ് കണ്ടുപിടിക്കാം. അതിനുശേഷം നമ്പർ ഓഫ് ചിൽഡ്രൻ ഇൻറ്റു ആ ഒരു ആവറേജ് ഏജ് മൾട്ടിപ്ലൈ ചെയ്യാം. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 4 ഇൻറ്റു 22 ചെയ്ത് കഴിഞ്ഞാൽ 88 കിട്ടും. അപ്പോൾ ഇതുപോലെ ഓരോന്നും അതിൻ്റെ നമ്പർ ഓഫ് ചിൽഡ്രനും അതുപോലെ ആവറേജ് വെയിറ്റും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് ടോട്ടൽ വെയിറ്റ് കിട്ടുന്നത് 754 ആണ്. അതുപോലെ നമ്പർ ഓഫ് ചിൽഡ്രൻ പറയുന്നത് 29 ആണ്. ഇനി നമ്മൾ ബാക്കി ഇക്വേഷൻ അനുസരിച്ച് ചെയ്യാം. അതായത് മീൻ വെയിറ്റ് ഓഫ് ചിൽഡ്രൻ ഈക്വൽ ടു ടോട്ടൽ വെയിറ്റ് ഓഫ് ചിൽഡ്രൻ ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ചിൽഡ്രൻ. അപ്പോൾ നമ്മുടെ ടോട്ടൽ വെയിറ്റ് പറയുന്നത് 754 ആണ്, ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ചിൽഡ്രൻ പറയുന്നത് 29 ആണ്. അപ്പോൾ ഇത് നമ്മളൊന്ന് ഡിവിഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ 26 ആണ്. അപ്പോൾ ചിൽഡ്രൻ്റെ മീൻ വെയിറ്റ് എന്ന് പറയുന്നത് 26 ആണ്. പാലക്കാട് നിവാസികളെ, ഞങ്ങളുടെ ക്ലാസ് റൂം ട്യൂഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.